ഹലോ, വെൽക്കം ബാക്ക് ടു തത്വമസി യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് യു ഹാവ് എ ലെറ്റർ ഫ്രം യുവർ ഹയർ സെൽഫ്. നിങ്ങൾക്ക് ഒരു മെസ്സേജ് ഉണ്ട് നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫിൽ നിന്നും. നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫിന് നിങ്ങളോട് ഇപ്പോൾ എന്താണ് പറയാനുള്ളത്? അതായത് നിങ്ങളുടെ ഹയർ സെൽഫ്, നിങ്ങളുടെ സോൾ നിങ്ങളോട് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത്? നിങ്ങളുടെ സാഹചര്യം എന്ത് തന്നെയാണെങ്കിലും ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിനായിട്ട് നമ്മളിവിടെ 2 കാർഡ് ഗ്രൂപ്പ്സ് വെച്ചിട്ടുണ്ട്. ടേർട്ടിൽ സ്പിരിറ്റ്, സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നുള്ളതാണ്. ആൻഡ് ഫ്ലമിംഗോ സ്പിരിറ്റ് ആണ്, എംബ്രേസ് ദ ഇൻ ബിറ്റ്വീൻ. നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ നോക്കി സെലക്ട് ചെയ്യാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ടാരറ്റ് ചാംസ് വെച്ചിട്ടുണ്ട്. ഇത് ട്രംപറ്റ് ആണ് വെച്ചിരിക്കുന്നത്. യെസ്, നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ട്രംപറ്റ് ആൻഡ് ദിസ് ഇസ് ലവ്. നിങ്ങൾക്ക് ഇതിലേത് ടാരറ്റ് ചാമിനോടാണ് ഒരു അട്രാക്ഷൻ തോന്നുന്നത് അത് അനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇവിടെ നമുക്ക് നമ്പേഴ്സ് വരുന്നത് 62 and 26 മിറർ നമ്പേഴ്സ് ആണ്. ആൻഡ് രണ്ടും 8 ആണ് നമ്പർ. വളരെ ആകസ്മികമായിട്ട് എനിക്ക് ഷഫിൽ ചെയ്തപ്പോൾ കിട്ടിയത് 8 ആണ്. സോ ദർ ഇസ് എ ലോട്ട് മോർ യുവർ ഹയർ സെൽഫ് ഹാസ് ടു കൺവേ ടു യു. അതായത് നിങ്ങളുടെ കർമ്മയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇത് കാണുന്ന പ്രേക്ഷകർ, നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഹയർ സെൽഫിന് നിങ്ങളോട് ഇപ്പോൾ പറയാനായിട്ടുണ്ട്. ഒരു അവയർനെസ് ലഭിച്ച, ഒരു കോൺഷ്യസ്നെസ്സിലേക്ക് എത്തിയ നിങ്ങളുടെ ഹയർ സെൽഫിന് നിങ്ങളുടെ കർമ്മയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ഈ ഒരു സമയം ഷെയർ ചെയ്യാനുണ്ട്. ഒരു കാർമിക് പോയിന്റ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു സമയമാണ്. അതുപോലെ അത് നമ്പർ 8 എന്ന് പറയുമ്പോൾ സാറ്റേണുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു നമ്പറാണ്. കൂടാതെ നിങ്ങൾ എല്ലാവരും തന്നെ ഒരു തരത്തിലുള്ള സ്പിരിച്വൽ പാത്തിലാണ്, സ്പിരിച്വൽ ജേർണിയിലാണ് എന്നുള്ളൊരു മെസ്സേജും കൂടാണ് ഈ ഒരു നമ്പർ 8 പറയുന്നത്. സോ നിങ്ങൾക്ക് ലഭിക്കാനുള്ള മെസ്സേജസ് എന്തൊക്കെയാണ് എന്ന് സ്വയം ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിൽ ചോദിച്ചതിന് ശേഷം ഇൻറ്റ്യൂട്ടീവ്ലി ഇതിലേതെങ്കിലും ഒരു കാർഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ സെലക്ഷൻസ് നടത്തി എന്ന് വിചാരിക്കുന്നു. നമുക്കിനി ടേർട്ടിൽ സ്പിരിറ്റ് സെലക്ട് ചെയ്ത, അതല്ലെങ്കിൽ ട്രംപറ്റ് ചാം സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കിടക്കാം. യെസ്, ഗ്രൂപ്പ് നമ്പർ 1 ടേർട്ടിൽ സ്പിരിറ്റ് സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിംഗ് ആണ്. നിങ്ങളുടെ ഹയർ സെൽഫിന് നിങ്ങളോട് എന്താണ് ഇപ്പോൾ പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഇത് ഒരു ജെന്റൽനെസ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ ഏത് സമയത്താണ് ഇത് കാണുന്നത് ആ ഒരു സമയത്തായിരിക്കും നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നത്. സോ നമുക്ക് നോക്കാം നിങ്ങളുടെ ഹയർ സെൽഫ് നിങ്ങളോട് ഈ ഒരു സമയം പറയുന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. നമുക്കിവിടെ 2 കാർഡ്സ് വന്നിട്ടുണ്ട്. യെസ്, മെസ്സഞ്ചർ, Cyrus energy bringing harmony and balance. And രണ്ടാമത്തെ മെസ്സേജ്, we the heteros, deep love, mother's milk, birth as a portal. കൂടുതൽ മെസ്സേജ് എടുക്കാം. നിങ്ങളുടെ ഹയർ സെൽഫ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? ഗ്രൂപ്പ് നമ്പർ 1 the higher self, മെസ്സേജ് ഫ്രം യുവർ ഹയർ സെൽഫ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. മ്യൂസ് ഓഫ് വോയിസ് ആണ് വന്നിട്ടുള്ളത്. ആൻഡ് ദ ഹെർമിറ്റ് കാർഡ് വന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് നമുക്ക് 2 കാർഡ്സും കൂടി എടുക്കാം. മെസ്സേജ് ഫ്രം യുവർ സോൾ, ഡയറക്റ്റ് മെസ്സേജ് ഫ്രം യുവർ സോൾ. ആൻഡ് വി ഗോട്ട് 2 കാർഡ്സ്, വെന്യൂസിൻ ഗാലക്റ്റിക് കൗൺസിൽ ആൻഡ് ഹാർത്തർ ലൈറ്റ് കോഡ്സ്. ഇവിടെ 2 തവണയാണ് നമുക്ക് ഹാത്തർ വന്നിരിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജാണ് നിങ്ങളിലേക്ക് കൺവേ ചെയ്യുന്നത്. ഇപ്പോൾ 2 കാർഡ്സ് കൂടി എടുക്കാം. യെസ്, വാട്ട് മെസ്സേജസ്?
the world. Okay, and one more card, the wheel. Okay, wheel of fortune and the world വന്നിട്ടുണ്ട്. Okay, strong messages. നിങ്ങൾക്കുള്ള ഫസ്റ്റ് മെസ്സേജ് മെസ്സഞ്ചർ സൈറസ് എനർജി ആണ്, ബ്രിങ്ങിങ് ഹാർമണി ആൻഡ് ബാലൻസ്. ഈ ഒരു കാർഡ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ഫെമിനൈൻ ആൻഡ് മെസ്കുലൈൻ എനർജിയുടെ ഒരു ബാലൻസ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ അത്യാവശ്യമാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ ഫെമിനിറ്റിയെ നിങ്ങൾ എംബ്രേസ് ചെയ്യുക, അതോടൊപ്പം തന്നെ നിങ്ങളുടെ മാസ്കുലിനിറ്റി നിങ്ങൾ ഗ്രോ ചെയ്യുക. ആ ഒരു ബാലൻസ് നിങ്ങളുടെ സാഹചര്യത്തിൽ നിലനിൽപ്പിന് ഒക്കെ നിങ്ങൾക്കിപ്പോൾ ആവശ്യമാണ് എന്നുള്ളതാണ്. ഫെമിനിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എൻ എനർജി ഓഫ് ക്രിയേഷൻ, അണ്ടർസ്റ്റാൻഡിങ്, നർച്ചറിങ്, ക്രിയേറ്റിവിറ്റി. അതാണ് ഏറ്റവും അധികമായിട്ട് ഫെമിനിറ്റിയിലുള്ളത്. അതുപോലെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, ഇവിടെ നിങ്ങളുടെ തേർഡ് ഐ ആക്ടിവേറ്റഡ് ആകാൻ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. നിങ്ങൾ അതിന് അലൗ ചെയ്യുക, നിങ്ങൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുക. ആൻഡ് വി ദ ഹാർട്ട് റോസ് എന്ന് പറയുന്നത് ഡീപ് ലവ്, മദേഴ്സ് മിൽക്ക്, ബർത്ത്. ഈ ഒരു കാർഡ് സിമിലർ ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ് നിങ്ങൾക്ക് തരുന്നത്. മെസ്സഞ്ചറുമായിട്ട് നമുക്ക് ചേർത്ത് വെക്കാൻ സാധിക്കുന്ന ഒരു എനർജിയാണ്. അതായത് മദർ എനർജിയാണ് ഉള്ളത്, ഫെമിനൈൻ, സ്ട്രോങ് ഫെമിനൈൻ എനർജി. നിങ്ങളുടെ സാഹചര്യം ഇപ്പോൾ എന്താണ് എന്നുണ്ടെങ്കിലും ബി യുവർ ഓൺ മദർ എന്നുള്ളതാണ്. ആ ഒരു അമ്മയുടെ സ്നേഹവും കരുതലും നിങ്ങൾ സ്വയം ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു സമയമാണ്. അതുപോലെ ചില വ്യക്തികൾക്ക് ചൈൽഡ് ബർത്ത് സൂചിപ്പിക്കുന്ന സമയമാണ്. നിങ്ങളുടെ വർക്കുകളുടെ റിവാർഡ്സ് ഉണ്ടാകുന്ന സമയമാണ്. ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്കുകൾ ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങളൊരു ട്രാൻസിഷൻ ഫേസിൽ കൂടിയായിരിക്കും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ലേഡീസ് ആയിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ റീസെൻ്റ് ആയിട്ട് ഒരു കുട്ടിക്ക് ജന്മം നൽകിയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ ക്രിയേറ്റീവ് ഫീൽഡുകളിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഇറസ്പെക്റ്റീവ് ഓഫ് യുവർ ജെൻഡർ, നിങ്ങളുടെ ഫെമിനൈൻ എനർജിയെ നിങ്ങൾ ഇപ്പോൾ വളർത്തിയെടുക്കുക, അതിനെ എംബ്രേസ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ആ ഒരു സാന്ത്വനമാണ്. അത് നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് നൽകാനാകും എന്നുള്ള ഒരു എനർജിയാണ്. ഇവിടെ മദർ എർത്ത് നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിലും ഉപരിയായിട്ടുള്ള ഒരു ഭാരം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ആയിട്ട് മദർ എർത്ത് ഉണ്ട് എന്നുള്ളൊരു മെസ്സേജാണ് പറയുന്നത്. നമ്മളുടെ ഭൂമിയുടെ ഭാരത്തിന് കാട്ടിലും വലുതല്ല ഒരു വ്യക്തികളുടെയും ഭാരം, അല്ലെ? ഭൂമിയുടെ ഭാരം എന്ന് പറയുന്നത് ഭൂമിദേവി എത്ര ക്ഷമയോട് കൂടിയിട്ട് സഹനത്തോട് കൂടിയിട്ടാണ് അത് ക്ഷമിക്കുന്നത്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് നമ്മൾ ബെഡിൽ നിന്ന് നിങ്ങളുടെ കാല് നിലത്ത് നിങ്ങൾ ചവിട്ടുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് കൈകൊണ്ട് നിങ്ങൾ നിലത്ത് തൊട്ട് തൊഴുതിട്ട് നിങ്ങളെ സഹിക്കുന്നതിന്, നിങ്ങളുടെ ഭാരം സഹിക്കുന്നതിന്, നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ചുവടുകൾ വലിക്കാൻ അനുവദിക്കുന്നതിന് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് തൊട്ട് തൊഴുതതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പാദങ്ങൾ സ്പർശിക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി, ഒരു ഗ്രൗണ്ടിങ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരും എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ഹിന്ദു മതത്തിലൊക്കെ വിശ്വസിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രെയർ നിത്യവും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് പറയാവുന്നതാണ്. സമുദ്രവസനെ ദേവി പർവ്വതസ്ഥന മണ്ഡലെ മഹാവിഷ്ണു പത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. ഈ ഒരു പ്രെയർ നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ട് ഭൂമിയെ നിങ്ങൾക്ക് തൊട്ട് തൊഴുത് വണങ്ങിയതിന് ശേഷം കാല് പതിപ്പിക്കാവുന്നതാണ്. നമ്മൾ ഭൂമി ദേവിയുടെ മുകളിലാണ് നമ്മുടെ കാലുകൾ, നമ്മുടെ പാദങ്ങൾ സ്പർശിക്കുന്നത്. അപ്പൊ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ഗ്രാറ്റിറ്റ്യൂഡിൽ നിന്ന് നിങ്ങൾ അബൻഡൻസ് ആണ്, നിങ്ങൾ മെറ്റീരിയലിസ്റ്റിക്കൽ ആയിട്ടുള്ള അബൻഡൻസ് ആണ് നേടാൻ പോകുന്നത്. ഭൗതികമായിട്ടുള്ള, അതായത് ഭൂമിയിലുള്ള സുഖങ്ങൾ, അതാണ് നിങ്ങൾ നേടാനായിട്ട് പോകുന്നത് എന്നൊരു എനർജിയാണ്. കൂടാതെ ഇവിടെ ഹെർമിറ്റ് കാർഡ് വന്നിട്ടുണ്ട്. ഈ ഒരു ഹെർമിറ്റ് കാർഡ് നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു തിരിച്ചറിവ് ആവശ്യമുള്ള സമയമാണ്. നിങ്ങളൊരു സ്പിരിച്വൽ പാത്തിലാണ് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളെ പോലെ ഒരുപാട് വ്യക്തികൾ ഈ ഒരു പാതയിൽ ഒരു ഗൈഡൻസ് ലഭിക്കാൻ വേണ്ടി എന്തെന്നറിയാതെ വലയുന്നുണ്ട്.
അവിടെ നിങ്ങൾ വിഷമിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. നിങ്ങളെ തേടി ഒരു ഗൈഡൻസ് വരുന്നുണ്ട് എന്നുള്ള ഒരു മെസ്സേജാണ്. നിങ്ങൾക്ക് മുൻപേ ഈ പാതയിലൂടെ നടന്ന് നീങ്ങിയവരെ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അവരുടെ ഒരു എനർജി നിങ്ങളെ മുന്നോട്ടൊരു വഴി കാണിക്കും എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ തളർന്നിരിക്കുന്നു എന്ന് തോന്നിയാൽ അത് മുന്നോട്ടുള്ള വലിയ വലിയ സക്സസ് നേടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രിപ്പറേഷൻ ആയിട്ട് മാത്രം നിങ്ങൾക്ക് അതിനെ കാണാവുന്നതാണ്. ആൻഡ് മ്യൂസ് ഓഫ് വോയിസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഭയമുണ്ട് എക്സ്പ്രസ് ചെയ്യാൻ, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ, നിങ്ങളുടെ ഐഡിയാസ് ഷെയർ ചെയ്യാൻ. നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നോർത്ത് നിങ്ങൾ പുറകോട്ടേക്ക് വലിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളോട് തന്നെ സത്യസന്ധമായിട്ട് ഹോണസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ ഐഡിയാസ് ഇതൊക്കെ നിങ്ങൾ ലോകത്തിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട സമയമാണ്. ട്രൂത്ത്ഫുൾ ആയിട്ട് നിങ്ങളോടും നിങ്ങളുടെ ഫീലിങ്സ് ഹൈഡ് ചെയ്ത് വെക്കാതിരിക്കുക. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് ചിലപ്പോൾ നിങ്ങൾ അറിയാത്ത ഒരു നിങ്ങളെ നിങ്ങൾക്ക് പുതുതായിട്ട് പരിചയപ്പെടുന്നത് പോലെ തോന്നുന്നുണ്ടായിരിക്കാം. ഇത്രയും നാളിൽ നിന്നും എനിക്കൊരു മാറ്റം, ഇതാണോ ഞാൻ? ട്രാൻസിഷൻ ഫേസിലാണ് നിങ്ങൾ ഉള്ളത്. ഈ ഒരു സമയം നമുക്ക് വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്, ഇവിടെ വീൽ ഫോർച്യൂൺ വന്നിട്ടുണ്ട്. അതായത് കാലചക്രം കറങ്ങി നിൽക്കുന്നത് നിങ്ങളുടെ ഒരു കാർമിക് സിറ്റുവേഷനിലാണ് ഇപ്പോൾ. ആൻഡ് ആ ഒരു കാർമിക് സിറ്റുവേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്, നിങ്ങൾ അത് പൂർത്തീകരിക്കുകയാണ്. ചില വ്യക്തികൾക്ക് ഇവിടെ ട്രാവലിംഗ് വളരെ അധികം ആവശ്യമായിട്ട് വരുന്നുണ്ട്. നിങ്ങളുടെ ഒരു ഹീലിംഗ് പ്രോസസ്സിന് അത് നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്ക് ചിറകുകൾ വെച്ച് നിങ്ങൾ പറക്കാണ്. ഒരു യൂണിക്കോണിനെ പോലെ നിങ്ങൾ സ്പെഷ്യലാണ്. വളരെ മാജിക്കൽ ആയിട്ടുള്ള ഇവന്റ്സ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോവാണ്. വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് നിങ്ങളെ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ഇത്രയും നാളും കടന്നു പോയിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങളെ മുന്നോട്ടേക്ക് ഹോപ്പ് നഷ്ടപ്പെട്ട അവസ്ഥയിൽ വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് കാലചക്രം കറങ്ങി നിങ്ങളുടെ ഫേവറിൽ വന്ന് നിൽക്കുകയാണ്. ഇവിടെ ടേർട്ടിൽ സ്പിരിറ്റ് വന്നത്, നിങ്ങൾക്ക് ആ ഒരു സ്റ്റോറി അറിയാം അല്ലെ? ആമയും മുയലിന്റെയും കഥയും നിങ്ങൾക്കറിയാം. മുയൽ വളരെ ഫാസ്റ്റാണ്, പക്ഷെ ആ സ്പീഡുള്ള മുയലിനോട് ഓടി ആമയാണ് ജയിച്ചത്. എന്തുകൊണ്ടാണ്? അത് ആമയുടെ കൺസിസ്റ്റൻസിയാണ്. എത്ര വന്നു കഴിഞ്ഞാലും തോൽക്കുമെന്നറിഞ്ഞാലും ഞാൻ ഈ റേസ് ഫിനിഷ് ചെയ്യും, വിട്ടുകൊടുക്കാതെ പ്രയത്നിച്ചതിന്റെ ഒരു ഫലമാണ് അവിടെ കണ്ടത് അല്ലെ? അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ടൈം ലൈനിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ആർക്കും ഒരു പരാജയം സംഭവിക്കുന്നില്ല. നിങ്ങളുടെ ചുറ്റുമുള്ളവരുമായിട്ട് നിങ്ങളുടെ ജീവിതം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ കുറച്ച് പുറകിലേക്കാവുന്നു എന്ന് നിങ്ങൾക്ക് ഭയമുണ്ടായിരിക്കാം. എന്നാൽ നിങ്ങൾ നിങ്ങളുടേതായ ടൈം ലൈൻ ആണ് ഓടിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങളുടേതായിട്ടുള്ള റേസ് ആണ്. അവിടെ നിങ്ങൾ വിജയിക്കാൻ പോവുകയാണ്. അതിന് നിങ്ങൾക്ക് കൺസിസ്റ്റൻസി വേണം, ഡിറ്റർമിനേഷൻ വേണം. എത്ര ചാലഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കഴിയുന്ന എഫേർട്ട് ഇട്ടുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണം. അങ്ങനെ നിങ്ങൾ നിരന്തരമായി പരിശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾ സ്റ്റക്കല്ല, നിങ്ങൾ പുറകോട്ടുമല്ല സഞ്ചരിക്കുന്നത്, നിങ്ങൾ മുന്നോട്ട് തന്നെയാണ്. അത് എത്ര സ്ലോ ആണെന്നുണ്ടെങ്കിലും സ്റ്റിൽ ഇറ്റ്സ് എ പ്രോഗ്രസ്. പ്രോഗ്രസ് ഇസ് ഓൾവേസ് എ പ്രോഗ്രസ്, സ്ലോ ഓർ ഫാസ്റ്റ്. സോ നിങ്ങൾ വളരെ പ്രോഗ്രസീവായിട്ട് മുന്നേറുന്നു എന്നുള്ള ഒരു എനർജിയാണ്. അടുത്തതായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് വെനൂസിയൻ ഗലാക്റ്റിക് കൗൺസിലാണ്. സ്ട്രോങ് വീനസ് എനർജി. സ്റ്റാർ ബീയിങ് ഗൈഡ്സ് ആൻസർ ദ കോൾ ടൈം ടു ഷൈൻ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ ഈ സമയത്ത് വരുന്ന ഓപ്പർച്യൂണിറ്റീസ്, സ്പെഷ്യലി ഒരു 3 monthsനുള്ളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് ഗ്രാബ് ചെയ്യുക. അത് നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷം തരുന്ന, അതല്ലെങ്കിൽ നിങ്ങൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഫ്യൂച്ചറിൽ ഒരുപാട് മെമ്മറീസ് തരുന്ന, നിങ്ങൾക്കൊരു അച്ചീവ്മെന്റ് ആയിട്ട് തോന്നുന്ന, യെസ് ഐ ഡിഡ് ഇറ്റ്, ആഗ്രഹിച്ചിരുന്ന എൻ്റെ ഡ്രീം ഞാൻ നേടിയെടുത്തു എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇറ്റ്സ് ടൈം ടു ഷൈൻ. നിങ്ങളുടെ ടാലൻസിലേക്ക് ടാപ്പ് ചെയ്യുന്ന, നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് നിങ്ങൾക്ക് ടാപ്പ് ചെയ്ത് അതിൽ വിജയം കണ്ടെത്താൻ പറ്റുന്ന സമയമാണ്. നിങ്ങൾക്ക് അതിനുള്ള കോളിംഗ്, ഇന്നർ കോളിംഗ് ഉണ്ടാവുന്നുണ്ട്. അതിൽ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടി വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യണം. നിങ്ങളുടെ സോളിന്റെ കോളിംഗ്
അനുസരിച്ച് നിങ്ങളുടെ പാഷൻ എന്താണ് അതിനു വേണ്ടി വർക്ക് ചെയ്യണം എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വരുന്നത്. വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള കാര്യങ്ങളോടുള്ള താല്പര്യം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാവാം. അത് നിങ്ങളുടെ സോള് നിങ്ങളെ റിമൈൻഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ എത്ര അബണ്ടൻസ് ക്രിയേറ്റ് ചെയ്യേണ്ട വ്യക്തികളാണ്. ലക്ഷറി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ അല്ല, നിങ്ങൾക്ക് അത് റെഗുലർ ആണ്, നിങ്ങൾക്കത് വേണ്ടത് തന്നെയാണ്. സോ അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നതിലും അപ്പുറമല്ല, നിങ്ങളുടെ ലിമിറ്റിനുള്ളിലാണ്. നിങ്ങളുടെ ലിമിറ്റ് എവിടെയാണ്? ഇറ്റ്സ് ലിമിറ്റ്ലെസ്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു എനർജിയാണ്. ഇവിടെ ഹാർഡർ ലൈറ്റ് കോഡ്സ്, ലൈറ്റ് ഇമേർഷൻ, ഫുൾ സിസ്റ്റം അപ്ഗ്രേഡ്, പവർ റീകോൾ, ഇതാണ് അടുത്ത കാർഡ് വന്നിരിക്കുന്നത്. ഈ ഹാർട്ട് അത് എന്താണ്? അത് ഹെഡ് ഹെറു എന്ന് പറയുന്ന, അതായത് ഒരു ഈജിപ്ഷ്യൻ കൗ, ഹൗസ് ഓഫ് ഹോറസ് എന്നാണ് അതിനെ പറയുന്നത്. ഇത് സോളാർ ഗോഡസ് ആണ്, സൺ എനർജിയാണ്. ആൻഡ് കൗ എന്ന് പറയുമ്പോൾ ഫെർട്ടിലിറ്റിയുടെ ഒരു സിമ്പിളാണ് അല്ലെ. നമുക്കിവിടെ ഹാർട്ടോസ് വന്നിട്ടുണ്ട്. അതായത് ഇവിടെ നിങ്ങളുടെ ഫെമിനൈൻ എനർജി വളരെ സ്ട്രോങ് ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. ഫെർട്ടിലിറ്റി, അതുപോലെ തന്നെ ആർട്ട്, നിങ്ങൾ ആർട്ട് ഫീൽഡിൽ നിങ്ങളൊരു ആർട്ടിസ്റ്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫീൽഡുകളിൽ, അതായത് നിങ്ങൾ പെയിന്റിങ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം, ഡാൻസ്, മ്യൂസിക്, ആക്ടിങ്, അതുപോലെ ഫിലിം ഫീൽഡുകളിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, നിങ്ങളൊരു ആർക്കിടെക്റ്റ് ആയിരിക്കാം, ഒരു പെയിന്റർ ആയിരിക്കാം, ഒരു റൈറ്റർ ആയിരിക്കാം. ഏത് തരത്തിലുള്ള ക്രിയേറ്റിവിറ്റിയുമായിട്ടാണോ ബന്ധപ്പെടുത്തിയിരിക്കുന്നത് ആ ക്രിയേറ്റിവിറ്റി എല്ലാം നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ വളരെ ഫ്രഷ് ആയിട്ട് ഉണ്ട് എന്നുള്ള ഒരു എനർജിയാണ്. അത് മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരു എനർജിയാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ സൺ എനർജി, ഇവിടെ വീനസ് ആൻഡ് സൺ എനർജി, വീനസ് എനർജി ആൻഡ് സൺ എനർജി. സൺ എന്ന് പറയുമ്പോൾ സക്സസ് ആണ്. അതുപോലെ നിങ്ങൾക്കൊരു ചൈൽഡ് ബർത്തിനുള്ള ഒരു സമയം, അതിവിടെ ഒരുപാട് എനർജി അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത് സ്പെസിഫിക് ആയിട്ട് ചില വ്യക്തികൾക്ക് വേണ്ടിയുള്ള മെസ്സേജ് ആണ്. അതുപോലെ നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ട ഒരു സമയമാണ്. ചൈൽഡ്ഹുഡിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള പേടികൾ, ട്രോമാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു ടൈമായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഇന്നർ ചൈൽഡിനെ നിങ്ങൾ മീറ്റ് ചെയ്യാണ്. വീണ്ടും ഒരു സന്തോഷം, ഒരു ജോയ് നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ നിങ്ങൾ കണ്ടെത്താണ് എന്നൊരു മെസ്സേജാണ് ഇവിടെ പറയുന്നത്. ആൻഡ് നിങ്ങളുടെ മാസ്റ്റർ കാർഡ് ടേർട്ടിൽ സ്പിരിറ്റ് ആണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങളൊന്ന് സ്ലോ ഡൗൺ ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങൾ ഒരു റേസ് ഓടി തീർക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അതിൻ്റെതായ സമയത്ത് അത് നിങ്ങൾക്ക് തീർക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ട്രൂ ലവ് ആൻഡ് ട്രൂ സക്സസ്, ഇത് നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോവാണ്. യെസ്, പക്ഷെ അതിന് നിങ്ങൾക്ക് പേഷ്യൻസ് ആവശ്യമാണ്. ട്രൂ ലവ് ആൻഡ് ട്രൂ സക്സസ് കംസ് വിത്ത് പേഷ്യൻസ്. ഇതാണ് നിങ്ങളോട് ടേർട്ടിൽ സ്പിരിറ്റ് ഇപ്പോൾ പറയുന്നത്. നിങ്ങൾ പ്രസന്റ് മൊമെന്റിൽ മൈൻഡ്ഫുൾ ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് ക്ലിയർ ആക്കി കാണിക്കും എന്നുള്ള ഒരു എനർജിയാണ്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ റഷ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഒരു ധൃതി പിടിച്ച് നിങ്ങളൊരു തീരുമാനങ്ങളൊന്നും എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ഒന്ന് ലെറ്റ് ഗോ ചെയ്യുക. ആവശ്യമുള്ളതാണ് എങ്കിൽ അത് നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ള ഒരു എനർജിയാണ്. ആൻഡ് ഈ ഒരു ട്രംപറ്റ് നിങ്ങളോട് പറയുന്നത്, ഈ ഒരു ചാം നിങ്ങളോട്, ഇത് ഒരു വാർണിംഗ് സൈനാണ്, ഒരു അലേർട്ട് സൈനാണ് നിങ്ങൾക്ക് തരുന്നത്. അതായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന പല സാഹചര്യങ്ങളെയും നിങ്ങൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കണം. അത് ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് മിസ്സാവുന്നതായിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ കുറവ് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിക്കുന്നതായിരിക്കാം. അതുകൊണ്ട് മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കുക എന്നുള്ള ഒരു മെസ്സേജാണ് ഈ ഒരു ചാം നിങ്ങൾക്ക് നൽകുന്നത്. ഓക്കെ, യെസ്. സോ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിലെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആണ് ആവശ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു
സ്പിരിച്വൽ ഗൈഡൻസ് വേണം, മൈൻഡ് മാസ്റ്ററി ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യണം, അതുപോലെ സൈക്കോളജിക്കൽ കൺസൾട്ടിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ കോഴ്സസ് ആണ്. അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, യെസ്. നമുക്കിനി ഫ്ലമിംഗോ സ്പിരിറ്റ് സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കിടക്കാം. യെസ്, ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്കുള്ള ഒരു റീഡിംഗ് ആണ്. നിങ്ങളുടെ ഹയർ സെൽഫ് നിങ്ങളോട് ഈ ഒരു സമയം എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ഇതൊരു ജെന്റിൽനെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ ഇത് ഏത് സമയത്താണ് കാണുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതാണ്. സോ നിങ്ങളുടെ ഹയർ സെൽഫ് ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് എന്താണ്? സ്റ്റാർ കീപ്പർ എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. യെസ്, ആൻഡ് വൺ മോർ കാർഡ്, എർത്ത് സ്കൂൾ. ഓക്കെ, യെസ്, ഫ്യൂ മോർ കാർഡ്സ്. നിങ്ങളുടെ ഹയർ സെൽഫ്, നിങ്ങളുടെ സോളിൽ നിന്നുള്ള ഡയറക്റ്റ് മെസ്സേജസ് എന്താണ്? ദ ടെമ്പിൾ ഓഫ് ട്രൂത്ത്. ഓക്കെ, ആകാശിക് റെക്കോർഡ്സ് വന്നിട്ടുണ്ട്. യെസ്, ഫ്യൂ മോർ കാർഡ്സ് ഫോർ യു. ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളുടെ ഹയർ സെൽഫ് നിങ്ങളോട് ഇപ്പോൾ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്? നമുക്ക് നോക്കാം. 9 of emotions, 8 of inspiration, Knight of voice and Ace of inspiration. Yes, ഈ ഒരു സ്റ്റാർ കീപ്പർ നിങ്ങളോട് പറയുന്നത് സീഡ് ദ ലൈറ്റ് ബൈ സ്റ്റേയിങ് ഗ്രൗണ്ടഡ് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കേണ്ടത് ഇപ്പോൾ വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ ഒരു അവേക്കനിങ് സ്റ്റേജിലാണ്. നിങ്ങളുടെ കോൺഷ്യസ്നെസ് അവേക്കൻഡ് ആവാൻ പോവാണ്. നിങ്ങളുടെ തേർഡ് ഐ ആക്ടിവേറ്റഡ് ആവാൻ പോവാണ്. നിങ്ങളുടെ ക്രൗൺ ചക്ര ഓപ്പൺ ചെയ്യുന്ന സമയമാണ്. യൂണിവേഴ്സിൽ നിന്നും നിങ്ങൾക്ക് ഈ ഒരു ബ്ലെസ്സിങ്സ് റിസീവ് ചെയ്യുന്ന ഒരു സമയമാണ്. ഇവിടെ നിങ്ങൾക്ക് 2 മിഷനാണ് ഉള്ളത്. ഒന്ന്, സ്വയം ആസ് എൻ ഇൻഡിവിജ്വൽ നിങ്ങൾ വളരുക, ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നിങ്ങൾ വളരുക. അതുപോലെ നിങ്ങളുടെ വ്യക്തിത്വം കൊണ്ട് ഒരു ലാർജ് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, ഒരു കളക്റ്റീവ് ആയിട്ടുള്ള വ്യക്തികളിലേക്ക് നിങ്ങൾക്ക് ഒരുപാട് മെസ്സേജസ് പാസ് ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ അറിവുകൾ, നിങ്ങളുടെ വിസ്ഡം നിങ്ങൾ നേടിയെടുക്കാൻ പോകുന്ന, അതല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നേടിയെടുത്തുകൊണ്ടിരിക്കുന്ന, എന്നാൽ നിങ്ങൾ ഇപ്പോഴും റിയലൈസ് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ, ആ റിയലൈസേഷൻ നിങ്ങൾക്ക് സൂൺ ഉണ്ടാവുന്നതാണ്. ആ റിയലൈസേഷനിൽ നിന്നും നിങ്ങളുടെ വിസ്ഡം നിങ്ങൾക്ക് മറ്റുള്ള വ്യക്തികളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനുണ്ട്. ഇത് നിങ്ങൾ കാണുന്ന വ്യക്തികൾ, നിങ്ങളൊരു ടീച്ചർ ആയിരിക്കാം, നിങ്ങൾ ഒരുപാട് മാസ് ഓഫ് ആൾക്കാരുമായിട്ട് ഡീൽ ചെയ്യുന്ന, അവരുമായിട്ട് നിങ്ങളൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന വ്യക്തികളായിരിക്കാം, നിങ്ങളൊരു പൊളിറ്റീഷ്യൻ ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ നിന്ന് നിങ്ങൾ സംസാരിക്കാൻ ആവശ്യപ്പെടേണ്ട ഒരു കർമ്മ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം, നിങ്ങളൊരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആയിരിക്കാം, ഒരു വിസ്ഡം അത് ഷെയർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ നിങ്ങൾ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്, നിങ്ങൾ അവരെ അഡ്രസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ വരുന്നത്. അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു സമയം നിങ്ങളെ പ്രിപ്പയർ ചെയ്യാം. നിങ്ങളെ ഉറ്റുനോക്കാൻ ഒരുപാട് വ്യക്തികളുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റി ക്ലിയർ ചെയ്ത് നിങ്ങളെ കറക്റ്റ് ചെയ്ത് നിങ്ങളെ ഉയർത്തിക്കൊണ്ട് വരിക. അതായത് ഒരു സെലിബ്രിറ്റി ലെവലിലേക്ക് നോക്കി കാണാൻ പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ. ഒരു ജൂപ്പിറ്റർ എനർജിയാണ്, ഒരു ഗുരുവിന്റെ ഒരു എനർജിയാണുള്ളത്. നിങ്ങൾ കുറേ വ്യക്തികൾക്ക് നിങ്ങൾ ഒരുപാട് പേർക്ക് ഒരു കൺസൾട്ടിങ് സർവീസസ് കൊടുക്കുന്നുണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ട്രെയിനിങ്സ് കൊടുക്കുന്നുണ്ടായിരിക്കാം, പഠിപ്പിക്കുന്നുണ്ടായിരിക്കാം, നിങ്ങളെ കുട്ടികളെ, വ്യക്തികളെ ഒക്കെ നിങ്ങളുടെ അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നില്ലെങ്കിലും നിങ്ങൾക്കത് ഫ്യൂച്ചറിലേക്ക് ചെയ്യാനുള്ള ആവശ്യം ഉണ്ടാവുന്നുണ്ട്. ആൻഡ് അടുത്തതായിട്ട് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ലൈഫ് ലെസൺസ് ആണ്. എർത്ത് സ്കൂൾ, സോൾ ഗ്രോത്ത്, സ്റ്റഡി ഹയർ ലേണിംഗ് എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് നടത്താൻ ഉദ്ദേശിക്കുന്ന വ്യക്തികളാണെങ്കിൽ, ഹയർ സ്റ്റഡീസ് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികളാണെങ്കിൽ അത് നിങ്ങളുടെ കരിയറിൽ ഗ്രോത്ത് ഉണ്ടാക്കും. അതുപോലെ നിങ്ങളൊരു സ്പിരിച്വൽ ജേർണിയിലാണ്,
നിങ്ങൾ സോളിനെ കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്, കർമ്മയെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളൊരു സ്പിരിച്വൽ ജേർണിയിലാണ് എന്ന് പറയുമ്പോൾ ഇതുവരെ ജീവിച്ചതിൽ നിന്ന് നിങ്ങൾ വ്യത്യസ്തമായിട്ട് നിങ്ങൾ പ്രസന്റിൽ കംപ്ലീറ്റ് ആയിട്ട് നിൽക്കാനുള്ള ശക്തി നേടിയെടുക്കുകയാണ്. അതായത് എല്ലാം ജീവിതം ആസ്വദിച്ച് അറിഞ്ഞ് ജീവിക്കാനായിട്ട് പോവാണ്. മനസ്സറിഞ്ഞ് ഹൃദയം കൊണ്ട് നിങ്ങൾ ജീവിക്കാനായിട്ട് പോവാണ്. മൈൻഡ്ഫുൾനെസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഉള്ളത്. അതിലേക്കൊക്കെ നിങ്ങളെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളൊരു മെസ്സേജാണ് നിങ്ങളുടെ ഹയർ സെൽഫ് ഇപ്പോൾ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ എക്സ്ട്രാ സ്പെഷ്യൽ ആയിട്ടുള്ള വ്യക്തികളാണ്. അതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞ ഒരു സെലിബ്രിറ്റി ലെവലിലാണ്. നിങ്ങൾ ഒരുപാട് പേര് ഇൻസ്പിറേഷൻ ആക്കാൻ പോകുന്നുണ്ട്, മാതൃകയാക്കാൻ പോകുന്നുണ്ട്, നിങ്ങൾ അവരുടെ ഒരു വഴികാട്ടി ആവാൻ പോകുന്നുണ്ട്. അപ്പൊ നിങ്ങളെ തന്നെ ആ ലെവലിലേക്ക് പ്രിപ്പയർ ചെയ്യുക. ഇവിടെ 9 ഓഫ് ഇമോഷൻസ് വന്നിട്ടുണ്ട്. നിങ്ങൾ വളരെ സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങൾക്ക് എങ്ങനെ മറ്റുള്ളവരുടെ മനസ്സിനെ ടാക്കിൾ ചെയ്യണമെന്ന് മനസ്സിലായ വ്യക്തികളാണ്. കാരണം നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് ഇമോഷൻസ്, നിങ്ങൾ ഗോ ത്രൂ ചെയ്തിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് നിങ്ങളെ അതിന് പാകപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു സമയം നിങ്ങൾ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഫേസിലാണ്. നിങ്ങൾക്ക് ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരിക്കാം, പക്ഷെ എവിടെയോ നിങ്ങൾക്കൊരു സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സമയം നിങ്ങൾക്ക് മുന്നോട്ട് ഹോപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിലൊരു ഹീലിംഗ് എനർജി ഉണ്ട്. നിങ്ങൾക്ക് മറ്റു വ്യക്തികളെ സാന്ത്വനിപ്പിക്കാൻ, സന്തോഷിപ്പിക്കാൻ, ആശ്വസിപ്പിക്കാൻ പറ്റുന്ന ഒരു എനർജി ഉണ്ട്. 8 ഓഫ് ഇൻസ്പിറേഷൻ പറയുന്നത് നിങ്ങളുടെ ഒരു മൾട്ടി ഡയമെൻഷൻസിനെ കുറിച്ചാണ്. അതായത് നിങ്ങൾക്ക് ഒരു കാര്യമല്ല, നിങ്ങൾക്ക് ഒരേ സമയം പല കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതിലൊക്കെ നിങ്ങൾ ഒരു സക്സസ് നേടിയെടുക്കുകയും ചെയ്യും. സൺ എനർജി, നിങ്ങളുടെ കൂടെ ആ സൺ എനർജി ഉണ്ട്, അതായത് ഫയർ എനർജി ഉണ്ട്. വളരെ ആക്റ്റീവായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സമയമില്ല അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറ്റും. നിങ്ങൾക്കത് പറ്റുന്നത് കൊണ്ടാണ് ഒരേ സമയം ആ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത്. ആ ടൈം മാനേജ്മെന്റ് പഠിക്കുക, സ്പീഡ്, ഒന്നിലും സ്റ്റക്കായി നിൽക്കാതെ അടുത്തടുത്ത കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു പോവുക. ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക. ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നിങ്ങൾ ആ ടിക്ക് ചെയ്ത് വിടുക, നിങ്ങളുടെ ടിക്ക് ബോക്സ് ഫില്ല് ചെയ്യുക. ആൻഡ് ഏസ് ഓഫ് ഇൻസ്പിറേഷൻ ഇവിടെ വരുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ചുറ്റുമുള്ളവരിൽ നിന്നും വ്യത്യസ്തരാണ് നിങ്ങൾ. ആ വ്യത്യസ്തത നിങ്ങളെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ഇൻസ്പിറേഷനുമാണ് മറ്റു വ്യക്തികൾക്ക്. അത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യുന്നു, പല വ്യത്യസ്തമായിട്ടുള്ള ഫീൽഡുകളിൽ കാര്യങ്ങൾ ചെയ്യുന്നു. ഇതൊക്കെ മറ്റൊരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് ഒരു അത്ഭുതമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അവർക്കും അങ്ങനെ ചെയ്യാൻ പറ്റുമോ, അവർക്കും അങ്ങനെ ആകണം, അവർക്ക് ഉയരണം എന്നൊരു പടി ഇപ്പോൾ ഉള്ളതിലും എഹെഡ് ആവണം എന്ന് അവർക്ക് തോന്നുന്ന രീതിയിൽ നിങ്ങൾ ഒരു ഇൻസ്പിറേഷൻ ആണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ പുതിയ തുടക്കങ്ങളെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരാനായിട്ട് പോവാണ്. ഇവിടെ ചില വ്യക്തികൾക്കൊക്കെ ഒരു ന്യൂ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് തുടങ്ങാൻ പോവാണ്. നിങ്ങളൊരു പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ പോവാണ്. നിങ്ങളിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്, ഒരു പ്രപ്പോസൽ വരുന്നുണ്ട്. നിങ്ങളുടെ ഒരു സോൾമേറ്റ് നിങ്ങളെ തേടി ഇവിടെ വരുന്നുണ്ട്. ലവ് ഇസ് ഇൻ ദ എയർ. യെസ്, ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾ വളരെ റിസീവിങ് മോഡിലാണ്. ഒരു റിലേഷൻഷിപ്പ് റിസീവ് ചെയ്യാൻ, ഒരു മാരേജ് റിസീവ് ചെയ്യാൻ, ഒരു ലവ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ വളരെയധികം റിസീവിങ് എനർജിയിലാണ് നിൽക്കുന്നത്. വീനസ് എനർജി ഇവിടെ സ്ട്രോങ് ആണ്. അടുത്തതായിട്ട് നിങ്ങളുടെ ഹയർ സെൽഫ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ത്രോട്ട് ചക്ര നിങ്ങൾ ആക്ടിവേറ്റ് ആക്കണം എന്നുള്ളതാണ്. ഒത്തൻറ്റിസിറ്റി, സെൽഫ് എക്സ്പ്രഷൻ. ഈ ത്രോട്ട് ചക്ര ആക്ടിവേറ്റ് ആവുന്നത് നമ്മൾക്ക് ഫീലിങ്സ് ഉള്ളിൽ വരുന്ന സമയത്ത്, അത് നിങ്ങൾ തുറന്നു പറയുന്ന സമയത്ത് നിങ്ങളുടെ ത്രോട്ട് ചക്ര ആക്റ്റീവ് ആകും. നിങ്ങളത് സപ്രസ് ചെയ്ത്, നിങ്ങളത് പറയാതെ വെക്കുന്ന സമയത്ത് നിങ്ങളുടെ ത്രോട്ട് ചക്ര അടഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ത്രോട്ട് ചക്രയുടെ ബാലൻസ് ഇല്ലാതാകുകയാണ്, അണ്ടർ ബാലൻസ്ഡ് ആയി പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരുപാട് പ്രഷർ
നിറഞ്ഞൊരു പ്രഷർ കുക്കർ പോലെ ആവാതെ കുറച്ച് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുക. അതിൽ എന്താണ് നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യേണ്ടത്? അത് നിങ്ങൾക്ക് സ്നേഹമാണെങ്കിലും ഒതൻറ്റിസിറ്റിയാണ്, നിങ്ങളുടെ ട്രൂ ഫീലിങ്സ് ആണ്. ദേഷ്യമാണെങ്കിലും ഫ്രസ്ട്രേഷൻ ആണെങ്കിലും നിങ്ങളത് തുറന്നു പറയുക. ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്പൺ സ്പേസിൽ ഒഴുകുന്ന ഒരു വാട്ടറാണ്, ഒരു വാട്ടർഫോൾ ആണ്. ഇവിടെ നിങ്ങൾ ഒരു തടസ്സം സൃഷ്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കെട്ടി കെട്ടി കിടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കെട്ടിക്കിടക്കുന്ന സമയത്ത് ഇതിന്റെ ഒരു ശക്തി ഫ്ലോ കൂടുന്ന സമയത്ത് ഇത് ഈ ബൗണ്ടറി പൊട്ടിച്ച് അത് വളരെ വേഗത്തിൽ ഒഴുകി ഇറങ്ങുമ്പോൾ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നില്ല. നമുക്കറിയാം എന്ന് പറയുന്നത് പോലെയാണ് നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ ക്ലോഗ്ഡ് ആക്കി ഉള്ളിൽ സപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലെവലിന് ശേഷം ഇത് ഓവർവെൽഡ് ആയി തീരും. അപ്പൊ അത് ബേസ്റ്റ് ഔട്ട് ചെയ്യും പിന്നീട് അങ്ങോട്ടേക്ക്. അത് വളരെ ഫ്രസ്ട്രേഷൻസും വളരെ നെഗറ്റീവ് ഇമോഷൻസിലേക്കൊക്കെ പൈലപ്പ് ആവും. അപ്പൊ അത് നിങ്ങൾ തുറന്നുള്ള സംസാരങ്ങൾ ആവശ്യമാണ്. കാരണം ഇവിടെ 9 ഓഫ് ഇമോഷൻസ് വന്നിട്ടുണ്ട്. നിങ്ങൾ വളരെ ഇമോഷണലി കണക്ട് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാം ഹൃദയം കൊണ്ടാണ് നിങ്ങൾ കാണുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്നത്, നിങ്ങൾ പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളായ നിങ്ങളുടെ ചുറ്റുമുള്ളവർ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. അവരധികം തുറന്ന് സംസാരിക്കാത്ത വ്യക്തികളായിരിക്കാം. അവരുടെ ഇമോഷൻസ് അവരുടെ ഉള്ളിൽ വെക്കുന്നവരായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ ആവശ്യമാണ് എന്നുള്ളൊരു മെസ്സേജാണ് വരുന്നത്. ആൻഡ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ആകാശിക് റെക്കോർഡിങ്സ്, ക്ലിയറിംഗ് ഓൾഡ് സ്റ്റോറീസ്, റിലീസിംഗ് പാസ്റ്റ് ലൈഫ്സ്, ഫ്രീഡം. യെസ്, പാസ്റ്റ് ടൈകളിൽ നിന്നുമുള്ള കെട്ടുപാടുകളിൽ നിന്നുമുള്ള ഫ്രീഡം. ഈ ആകാശിക് റെക്കോർഡിങ്സ് എന്താണ്? ആകാശിക് എന്ന് പറഞ്ഞാൽ സ്കൈ ബേസ്ഡ് ആണ്. ഒരു എൻസൈക്ലോപീഡിയ എന്താണ്, അതിൽ ഒരുപാട് ഇൻഫർമേഷൻസ് ആണ് അല്ലേ. നമുക്ക് വേണ്ട എല്ലാ ഇൻഫർമേഷൻസും നമുക്കൊരു എൻസൈക്ലോപീഡിയ എന്ന് കിട്ടും. നമ്മുടെ പാസ്റ്റ് ലൈഫ് സ്റ്റോറീസിൻ്റെ ഒരു എൻസൈക്ലോപീഡിയ ആണ് ആകാശിക് റെക്കോർഡിങ്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇവിടെ യൂണിവേഴ്സിൻ്റെ എല്ലാ പാസ്റ്റ് ലൈഫിനെ കുറിച്ചും, ഇവിടെ യൂണിവേഴ്സിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും പാസ്റ്റ് ലൈഫിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ആണ് ഉള്ളത്. പാസ്റ്റ് ലൈഫ് എൻസൈക്ലോപീഡിയ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. യൂണിവേഴ്സൽ പാസ്റ്റ് ലൈഫ് എൻസൈക്ലോപീഡിയ. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ആകാശിക് റെക്കോർഡിങ്സുമായിട്ട് കണക്ട് ചെയ്യാൻ നിങ്ങളുടെ ഡ്രീംസിൽ കൂടി സാധിക്കും, സബ് കോൺഷ്യസ് മൈൻഡ് വഴി സാധിക്കും എന്നുള്ളൊരു മെസ്സേജാണ് നിങ്ങളുടെ ഹയർ സെൽഫ് പറയുന്നത്. അതായത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലുള്ള കർമ്മകളൊക്കെ നിങ്ങളിപ്പോൾ ക്ലിയർ ചെയ്യേണ്ട ഒരു സമയമാണ്. അതിന് വേണ്ടതായിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങളുടെ ഏഞ്ചൽസ് നിങ്ങൾക്ക് കൊണ്ടുതരും. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ വാച്ച് ചെയ്യുക. നിങ്ങളെല്ലാം ഒന്നും ഓർക്കുന്നുണ്ടാവില്ല ഉണർന്നു കഴിയുന്ന സമയത്ത്. എന്നാലും ഉണർന്നു കഴിയുന്ന സമയത്ത് ഓർമ്മയുള്ളത് ഡീകോഡ് ചെയ്ത് അതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട മുന്നോട്ട് പോകാൻ വേണ്ട ഇൻഫർമേഷൻസ് ലഭിക്കും. അതായത് ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു അൺഷുവർ ആണ്, നിങ്ങൾക്ക് എന്ത് ഡിസിഷൻ എടുക്കണം, ഒരു ക്ലാരിറ്റി ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ആകാശിക് റെക്കോർഡിങ്സിലേക്ക് ചോദ്യങ്ങൾ ചോദിക്കുക. അത് നിങ്ങളുടെ ഡ്രീംസിലൂടെ നിങ്ങളുടെ പേർപ്പസ് പറഞ്ഞു തരും എന്നുള്ളതാണ്. ഇതിൻ്റെ റീസൺ പറഞ്ഞു തരും. ആ റീസൺ നിങ്ങൾക്ക് കണ്ടെത്തി സോൾവ് ചെയ്ത് കഴിയുന്ന സമയത്ത്, ആ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഈ ഒരു ലൈഫ് ടൈമിലുള്ള ലൈഫ് പേർപ്പസ് നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ വരുന്നത്. ഈ ഒരു കാർഡ് വരുന്ന സമയത്ത് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഒരുവിധപ്പെട്ട കർമ്മയൊക്കെ നിങ്ങൾ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലെ കർമ്മകൾ കുറേ നിങ്ങൾ ഇവിടെ ഫിനിഷ് ചെയ്യുകയാണ്. നിങ്ങൾക്കൊരു റിലീസാണ്, നിങ്ങളുടെ കാർമിക് ഡെറ്റുകളിൽ നിന്ന് റിലീസ്ഡ് ആവുന്നു എന്നുള്ള ഒരു മെസ്സേജാണ്. ഇനി അങ്ങോട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വർക്ക് ആകും എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വരുന്നത്. സോ നിങ്ങളുടെ ഭയങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ ഫിയർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടം നിങ്ങൾ ഓവർകം ചെയ്തിട്ടുണ്ട്. നൗ ഇസ് എ ടൈം ഫോർ ഫ്രീഡം എന്നുള്ളൊരു മെസ്സേജാണ് ആകാശിക് റെക്കോർഡിങ്സ് നിങ്ങൾക്കിപ്പോൾ തരുന്നത്. യെസ്, അടുത്തതായിട്ട് നിങ്ങളുടെ മാസ്റ്റർ കാർഡ് ഫ്ലമിംഗോ സ്പിരിറ്റ് ആണ്. ഈ ഒരു സ്പിരിറ്റ് നിങ്ങളോട് എന്താണ് പറയുന്നത്? എംബ്രേസ് ദ ഇൻ ബിറ്റ്വീൻ. യെസ്, നിങ്ങളുടെ പാസ്റ്റിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്തു, നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ കടക്കാണ്. നിങ്ങളുടെ ഹയർ
പേർപ്പസുകളിലേക്ക്, നിങ്ങളുടെ ഹയസ്റ്റ് ഗുഡിലേക്ക് നിങ്ങൾ കടക്കുകയാണ്. അതിൻ്റെ ഇടയിലുള്ള ആ ഒരു ഫേസിലാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത്. അവിടെ നിങ്ങൾക്ക് പാസ്റ്റും ഇല്ല, ഫ്യൂച്ചറും ഇല്ല, നിങ്ങൾ പ്രസൻറ്റിലാണുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല, പക്ഷെ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രോസസ്സിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക, നിങ്ങൾ വിശ്വസിക്കുക. അതാണ് നിങ്ങളതിനെ സ്നേഹിക്കുക. ഈ ഒരു മൊമെന്റ് എവിടെയാണോ അത് നിങ്ങൾ സ്റ്റക്കല്ല, നിങ്ങൾ ഒരു പോസ് എടുത്തിരിക്കുകയാണ്. ആ സമയത്ത് പ്രസന്റ് മൊമെന്റ് എൻജോയ് ചെയ്യുക എന്നുള്ളൊരു എനർജിയാണ്. അവിടെ നിങ്ങൾക്കൊരു ബാലൻസ് കണ്ടെത്താനായിട്ട് സാധിക്കും. അതായത് മുന്നോട്ടേക്ക് പോവാനുള്ള ഒരു ബാലൻസ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. അതിനുള്ള ഒരു സമയം നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും പഠിക്കാനുണ്ട് ഫ്യൂച്ചറിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട്, നിങ്ങളുടെ സോൾ പർപ്പസുകളിലേക്ക് നിങ്ങൾ കടക്കുന്നതിന് മുൻപായിട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി നിങ്ങൾ തുടങ്ങുകയാണ് ഇവിടെ. അതുപോലെ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് വരാൻ തുടങ്ങുകയാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് റിയാലിറ്റി ആയിട്ട് വന്നു തുടങ്ങുകയാണ്. നിങ്ങൾ അതിൻ്റെ ബേബി സ്റ്റെപ്സ് എടുത്ത് വെക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു നെർവസ്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾ വളരെ വറീഡാണ്, ഇനി എന്ത് ചെയ്യും എന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് വറിയിങ്. അത് പാസ്റ്റിലാണ് പ്രോബ്ലംസ് ഉണ്ടായിരുന്നത്. ഫ്യൂച്ചർ ബ്രൈറ്റ് ആണ്, അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രസന്റിൽ കംപ്ലീറ്റ്ലി ഇമേഴ്സ്ഡ് ആയിട്ടിരിക്കുക, മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളൊരു എനർജിയാണ്. ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ബർത്ത് റൈറ്റ് ആണ്. അതായത് ഗ്രൂപ്പ് നമ്പർ 2. നമ്മൾ ക്രിയേറ്റീവ് ആണ് എന്ന് പറയുന്ന സമയത്ത് എല്ലാ വ്യക്തികളും ക്രിയേറ്റീവ് ആണ്. എനിക്ക് ടാലൻസ് ഒന്നും ഇല്ല എന്ന് ചില വ്യക്തികൾ പറയും. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾ എല്ലാവരും ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. കാരണം നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ പല കാര്യങ്ങളും വിഷ്വലൈസ് ചെയ്യാറുണ്ട്. അതൊരു ഇമാജിനേഷൻ പവർ ആണല്ലേ, ഇമാജിനേറ്റ് ചെയ്യാനുള്ള പവറാണ്. അതൊരു ക്രിയേറ്റീവ് വ്യക്തിക്കല്ലേ സാധിക്കുള്ളൂ. ഒരു കാര്യം ചിന്തിച്ച് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ കൈകൾ കൊണ്ട് ഉണ്ടാക്കുന്നതല്ല ക്രിയേറ്റിവിറ്റി. അത് മാത്രമല്ല ക്രിയേറ്റിവിറ്റി, നിങ്ങൾ സംസാരിക്കുന്നതോ, നിങ്ങൾ പാട്ട് പാടുന്നതോ, ഡാൻസ് ചെയ്യുന്നതോ, പെയിന്റ് ചെയ്യുന്നതോ, അതൊന്നും മാത്രമല്ല ക്രിയേറ്റിവിറ്റി. നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ക്രിയേറ്റീവ് എലമെന്റ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. വർക്ക് ഓൺ യുവർ ക്രിയേറ്റിവിറ്റി. സോ ഇതൊരു പ്ലാനിങ് സ്റ്റേജ് ആയിട്ട് എടുക്കുക ആൻഡ് യൂണിവേഴ്സുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്താണ് എന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ വ്യക്തമായും ശക്തമായും പ്ലാൻ ചെയ്യുക. അതായത് ഗോൾ സെറ്റിങ്ങിൻ്റെ ഒരു ടൈമായിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് ഈ ഒരു ലവ് ചാം വന്നിട്ടുണ്ട്. യെസ്, ഈ ഒരു ലവ് ചാം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ലവ് ഇസ് ഇൻ ദ എയർ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് ഒരു ന്യൂ റിലേഷൻഷിപ്പ് ഉണ്ടാവാൻ പോകുന്നു. സെപ്പറേഷനിലാണെങ്കിൽ ആ വ്യക്തികളിലേക്ക് ആ റീയൂണിയൻ സംഭവിക്കുന്നു. നിങ്ങൾ പ്രണയം കണ്ടെത്തുകയാണ്. അത് ചില വ്യക്തികൾക്ക് ഇതൊരു റിലേഷൻഷിപ്പിനുപരി നിങ്ങൾ നിങ്ങളെ തന്നെ പ്രണയിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തെ പ്രണയിക്കുകയാണ്. നിങ്ങൾ ചെയ്യുന്നത് എന്തിനേയും നിങ്ങൾ പ്രണയിക്കുന്ന ഒരു എനർജിയാണ്. അതാണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾ എന്തിനേയും സ്നേഹിക്കണം. യൂണിവേഴ്സ് ഇവിടെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഓരോ കല്ലിനും കാറ്റിനും ഇലയ്ക്കും ഒക്കെ സ്പെഷ്യാലിറ്റി ഉണ്ട്. അതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രിയേഷൻസ് ആണ്. അതിനെല്ലാം നിങ്ങൾ എംപ്രേസ് ചെയ്യുക, അതിനെല്ലാത്തിനും നിങ്ങൾ സ്നേഹിക്കുക, ജീവിതത്തെ കൂടുതലായിട്ട് സ്നേഹിക്കുക. നിങ്ങളെ ജീവിതം തിരിച്ചും സ്നേഹിക്കും. അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവിടെ നിങ്ങളുടെ ഹയർ സെൽഫ് നിങ്ങളോട് പറയുന്നത് ഈ ഒരു സമയത്ത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കൂടാതെ നമ്മുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ്, പേഴ്സണൽ റീഡിംഗ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് ഒരു സൈക്കോളജിക്കൽ കൺസൾട്ടേഷൻ, സ്പിരിച്വൽ ഗൈഡൻസസ്, അതുപോലെ മൈൻഡ് മാസ്റ്ററി ലെസൺസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ കോഴ്സസ് ആണ്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ,
സോ ഇതായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ഒരു റീഡിംഗ്. നിങ്ങൾക്കിത് ക്ലിയർ ആയി, നിങ്ങൾക്കിത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു ഹെൽപ്ഫുൾ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു ദിവസം കാണുന്നത് വരെ all of you all take care. Bye.